ഒരു സമയത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ നന്നായിട്ട് വർക്ക് ചെയ്യും, ഫുള്ള് ബിസിയാണ്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തൊക്കെയോ ചെയ്തു എന്നായിരിക്കും ഉത്തരം. ഫുള്ള് വർക്കായിരിക്കും, ടയേർഡാവും, എക്സ്ഹോസ്റ്റഡ് ആവും, ബട്ട് കാര്യമായിട്ടൊന്നും അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റുന്നത്? അതൊന്ന് ശരിക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി, ചില ചേഞ്ചസ് ഞാൻ കൊണ്ടുവന്നു. ആൻഡ് അത് ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആവാനായിട്ട് എനിക്ക് സാധിച്ചു. അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, എംപ്ലോയി ആയിക്കോട്ടെ, ബിസിനസ് ഓണർ ആയിക്കോട്ടെ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആവും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Hello friends, it's me your brother and welcome back to another great episode. Number 1, stop managing your time, start managing your energy. ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പല ടൈമിലോട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കും. പക്ഷെ പലപ്പോഴും ആ ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് കഴിയാതെ വരാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ റീസൺ നിങ്ങൾ എനർജി കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നില്ല എന്നതാവാം. നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും എനർജി കുറഞ്ഞ സമയത്തേക്കാവും ഷെഡ്യൂൾ ചെയ്യുക. പിന്നെ എങ്ങനെയാണ് അത് ഫോളോ ചെയ്യാൻ പറ്റുക? നമ്മളുടെ ബോഡിക്ക് അതിന് കഴിയില്ല. ഫുൾ ഡേ നമ്മളുടെ എനർജി ലെവൽ സെയിം ആയിരിക്കില്ല, അതിന് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് മോർണിംഗിൽ ഒരു 3 to 4 hours നല്ല എനർജി ആയിരിക്കും, ഉച്ചയായി കഴിഞ്ഞാൽ തീരെ എനർജി ഉണ്ടാവില്ല. ആൻഡ് നൈറ്റ് ആകുമ്പോൾ ഒരു മീഡിയം എനർജി ആയിരിക്കും. കുറേ ആളുകൾക്ക് ഇങ്ങനെയായിരിക്കും. ചില ആളുകൾക്ക് രാവിലെയും ഉച്ചയ്ക്കൊന്നും അത്ര എനർജി ഉണ്ടാവില്ല, ബട്ട് നൈറ്റ് ഭയങ്കര എനർജിയാവും. സോ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ഫോക്കസ് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ഏറ്റവും എനർജി വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ എനർജി ടോപ്പ് ആയിരിക്കുന്ന സമയത്തേക്ക് ഷെഡ്യൂൾ ചെയ്യാം. ലോ എനർജി വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളുടെ എനർജി ലെവൽ കുറവുള്ള സമയം എപ്പോഴാണോ അപ്പോഴത്തേക്ക് ഷെഡ്യൂൾ ചെയ്യാം. അങ്ങനെ എനർജി ലെവൽ നോക്കിയിട്ട് നിങ്ങളൊന്ന് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് നോക്ക്, നല്ല ചേഞ്ച് ഉണ്ടാവും. ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഓഡോ. എന്താണ് ഓഡോ എന്നല്ലേ? പറഞ്ഞുതരാം. നിങ്ങളിൽ പലരും ഫുൾ ടൈം ആയിട്ടോ സൈഡായിട്ടൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. ബിസിനസ് ഉണ്ടാവാം, ഒരു ബ്രാൻഡ് റൺ ചെയ്യുന്നുണ്ടാവാം, ഫ്രീലാൻസ് വർക്ക് ഉണ്ടാവും. ആൻഡ് ഇതൊന്ന് വളരാൻ തുടങ്ങുമ്പോൾ, സ്കെയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ടാവും. ബില്ലിങ്ങിനൊരു ആപ്പ്, ഇൻവെൻ്ററി മാനേജ് ചെയ്യാനായിട്ട് വേറൊരു ആപ്പ്, കസ്റ്റമേഴ്സിനെ ട്രാക്ക് ചെയ്യാനായിട്ട് വേറൊരു ആപ്പ്, ആൻഡ് മേ ബി നിങ്ങളുടെ പേഴ്സണൽ വാട്സപ്പ് വെച്ചിട്ടായിരിക്കും ഇത് ഫുള്ള് മാനേജ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ കുറേ സമയം പല പല ടൂൾസ് യൂസ് ചെയ്ത് നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഈ പ്രോബ്ലമാണ് ഓഡു ഫിക്സ് ചെയ്യുന്നത്. ഈ ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിൽ സെയിൽസും അക്കൗണ്ടിങ്ങും ഇൻവെൻ്ററിയും പ്രൊജക്ട് മാനേജ്മെൻറ്റും അങ്ങനെ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. ഈവൻ ഒരു വെബ്സൈറ്റ് വരെ ബിൽഡ് ചെയ്യാം. ഓരോ സർവീസിനും അതിൻ്റേതായിട്ടുള്ള ആപ്പ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്താൽ മതി. ആൻഡ് ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ട് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. ഇത് വളരെ അഫോർഡബിൾ ആണ്. നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മാത്രം ക്യാഷ് കൊടുത്താൽ മതി. പെർ മന്ത് പെർ യൂസറിന് ജസ്റ്റ് 580 rupees മാത്രമേ വരുന്നുള്ളൂ. ആൻഡ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആണ്, ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, മസ്റ്റായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു ഓഡോ ഫോർ സ്പോൺസറിങ് ദിസ് വീഡിയോ. Number 2, your brain has a direction problem, not a laziness problem. പലർക്കുള്ളൊരു മെയിൻ പ്രശ്നം എന്താണെന്നറിയോ? രാവിലെ എണീക്കുമ്പോൾ അവർക്ക് അന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ആൻഡ് മിക്ക ആൾക്കാരും എണീറ്റാൽ ഉടനെ തന്നെ ഫോൺ എടുക്കും, എന്നിട്ട് മറ്റുള്ളവരുടെ കോണ്ടന്റ് വാച്ച് ചെയ്തിരിക്കും. ചിലപ്പോൾ അത് വല്ല അടിപിടി കേസായിരിക്കാം, ഗോസിപ്പാവും, ദുരന്തമാവാം, കോമഡി ആവാം, പൊങ്ങച്ചമാവാം. അങ്ങനെ രാവിലെ എണീറ്റ ഉടനെ തന്നെ പല പല ഇമോഷൻസിലൂടെ നമ്മൾ കടന്നു പോകും. ആൻഷ്യസ്, സ്കാറ്റേർഡ്, റിയാക്റ്റീവ്. സോ പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഫോക്കസ് ഇല്ലാത്ത പോലെ തോന്നും. ബിക്കോസ് ഓൾറെഡി നിങ്ങളുടെ ആദ്യത്തെ മണിക്കൂറുകൾ നിങ്ങളുടെ ക്ലിയറസ്റ്റ് മെൻ്റൽ സ്റ്റേറ്റ് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ എണീറ്റാൽ ഉടനെ ഫോൺ എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് അന്നത്തെ നിങ്ങളുടെ ഡയറക്ഷൻ നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. അന്നത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാം. Number 3, write down your one thing the night before. അതായത് രാത്രി കിടക്കുന്നതിന് മുന്നേ നാളെ നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് എന്നുള്ളത് എഴുതി വയ്ക്കാം. 10-20 ടാസ്കുകളൊന്നും എഴുതരുത് കേട്ടോ, ഒരേ ഒരു ടാസ്ക്. ഇത് ചെയ്താൽ തന്നെ നിങ്ങളുടെ അന്നത്തെ ദിവസം ഒരു സക്സസ്ഫുൾ ഡേ ആവും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം. നമ്മളുടെ ദിവസങ്ങളിൽ ഒരുപാട് സമയം നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവും സ്പെൻഡ് ചെയ്യുക. റിയാക്ടിങ്, റിപ്ലൈങ് ടു മെസ്സേജസ്, അൺനെസസറി കോൾസ്, സോഷ്യൽ മീഡിയ. ആൻഡ് ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യും. സോ കിടക്കുന്നതിന് മുന്നേ തന്നെ നെക്സ്റ്റ് ഡേ ചെയ്യേണ്ട, കംപ്ലീറ്റ് ചെയ്യേണ്ട മെയിൻ ടാസ്ക് എഴുതി വെച്ചാൽ നെക്സ്റ്റ് ഡേ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും, ഒരു ഫോക്കസ് ഉണ്ടാവും. Number 4, stop chasing motivation, learn to enter flow state. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഫ്ലോ സ്റ്റേറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് ഞാൻ ഡീപ്പ് വർക്ക് എന്നൊരു ബുക്ക് വായിച്ചപ്പോൾ അതിൽ നിന്ന് സ്ട്രൈക്ക് ആയ ഒരു കാര്യമാണ്.
നമ്മളൊരു കാര്യത്തിൽ മുഴുകിപ്പോയി എന്ന് പറയില്ലേ, മണിക്കൂറുകൾ നമ്മൾ ചിലപ്പോൾ അതിനായിട്ടിരിക്കും. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും വന്ന് അതിനെ ഇൻറ്ററപ്റ്റ് ചെയ്താൽ, തടസ്സപ്പെടുത്തിയാൽ നമ്മൾ പറയും ആ ഫ്ലോ അങ്ങ് പോയി. അതുതന്നെയാണ് ഈ ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഫ്ലോ സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കതിൽ ഭയങ്കര ഫോക്കസ് ആയിരിക്കും ആൻഡ് കുറേ നേരം അതിന് വേണ്ടി ഇരിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടായിരിക്കും, നല്ല ഔട്ട്പുട്ടായിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ അറിയാതെയാണ് ഈ ഫ്ലോ സ്റ്റേറ്റിലോട്ട് പോകാറുള്ളത്. ബട്ട് അറിഞ്ഞുകൊണ്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത് യൂട്യൂബ് വീഡിയോസിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ, വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ കോംപ്ലെക്സ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഈ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. സോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുക. ഫോൺ സൈലൻ്റ് ആക്കുക, നോട്ടിഫിക്കേഷനൊക്കെ ഓഫ് ചെയ്യുക, റൂമിലാണെങ്കിൽ ഡോർ അടയ്ക്കുക. നമ്മളൊരു 10-20 മിനിറ്റൊക്കെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഫ്ലോ സ്റ്റേറ്റിലോട്ട് എൻ്റർ ചെയ്യുക. പക്ഷേ ഒന്ന് ഡിസ്ട്രാക്ട് ആയാൽ മതി, ബാക്ക് ടു സീറോ ആവും. സെക്കൻഡ്, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഭയങ്കര കോംപ്ലെക്സ് ആവരുത്, എന്നാൽ ഭയങ്കര ഈസിയും ആവരുത്. നിങ്ങളെ അതൊന്ന് പിടിച്ചിരുത്തണം, അങ്ങനത്തെ ടാസ്ക് സെലക്ട് ചെയ്യുക. തേർഡ്, സ്റ്റോപ്പ് ചെയ്യണം എന്ന് തോന്നിയാലും സ്റ്റോപ്പ് ചെയ്യരുത്. ഒരു 10-15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നും, ബട്ട് അപ്പോൾ സ്റ്റോപ്പ് ചെയ്യരുത്, പുഷ് ചെയ്യുക, കുറച്ചുകൂടി നേരെ ഇരിക്കുക. അപ്പോഴാണ് ശരിക്കും നിങ്ങൾ ഫ്ലോ സ്റ്റേറ്റിലോട്ട് പോവുക. സോ ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ മേലെ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ, ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. നമ്പർ 5, ബിൽഡ് എ സ്റ്റാർട്ട് റിച്വൽ, നോട്ട് എ മോർണിംഗ് റൂട്ടീൻ. എല്ലാവർക്കും ഇപ്പോൾ എന്നും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് മെഡിറ്റേഷനും ജേർണലിങ്ങും 1 മണിക്കൂർ ഇരുന്ന് വായിക്കുകയും വർക്കൗട്ട് ചെയ്യുകയും ഇതെല്ലാം കൂടി ചെയ്യാൻ പറ്റി എന്ന് വരില്ല. ഞാനും അതിന് ട്രൈ ചെയ്തിരുന്നു, ബട്ട് ഫെയിലായി. ബട്ട് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു മോർണിംഗ് റിച്വൽ ഉണ്ട്. ഒരു ചെറിയ കാര്യമാണ്, ഞാനത് ഡെയിലി ചെയ്യും. എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ്. എന്താണെന്ന് വെച്ചാൽ, രാവിലെ എഴുന്നേൽക്കും, കുറച്ച് വെള്ളം കുടിക്കും, ദെൻ ബ്രഷ് ചെയ്ത് വന്ന് ഒരു ചായ ഉണ്ടാക്കും, ദെൻ ഒരു ബുക്കും പെന്നും ചായയും പിന്നെ ഞാനും കുറച്ച് നേരം അങ്ങനെ ഇരിക്കും. എൻ്റെ മൈൻഡിൽ വരുന്ന കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കും. അതൊരു ക്ലാരിറ്റി ഉണ്ടാക്കാനും ഒന്ന് കാമായിട്ട് ആ ഡേ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. 10 മിനിറ്റ് അത്രേ ഉള്ളൂ. ആൻഡ് അപ്പോഴാണ് പലപ്പോഴും എനിക്ക് നല്ല നല്ല ഐഡിയാസ് ഒക്കെ വരാറുള്ളത്. അങ്ങനെ നിങ്ങളും ചെറിയ എന്തെങ്കിലും ഒരു റിച്വൽ ബിൽഡ് ചെയ്യുക. 10-15 മിനിറ്റ്സ് മതി. ചിലപ്പോൾ നടക്കാൻ പോകുന്നതാവാം, ചെറിയ എക്സസൈസ് ആവാം, ജേർണലിംഗ് ആവാം, മെഡിറ്റേഷൻ ആവാം, വാട്ട് എവർ. നിങ്ങൾക്കൊന്ന് കാമായിട്ട് ആ ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെറിയ റിച്വൽ. ഇറ്റ് വിൽ ബി സോ നൈസ്. Number 6, stop multitasking. Seriously, it's making you dumber. I know that sounds dramatic, but നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ, അതായത് ഒരേ സമയത്ത് ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിൻ റാപ്പിഡായിട്ട് ഫോക്കസ് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സ്വിച്ച് ചെയ്യുമ്പോഴൊക്കെ അതിന് കുറേ മെൻ്റൽ എനർജി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഈ AI ടൂൾസൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ്സ് തീരൂലേ, അതേപോലെ ഇങ്ങനെ ഫുള്ള് ക്രെഡിറ്റ്സും കഴിഞ്ഞാൽ, നിങ്ങളുടെ മെൻ്റൽ എനർജി ഫുള്ള് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പണിയും ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. മെൻ്റലി ടയേർഡ് ആവും, എക്സ്ഹോസ്റ്റഡ് ആവും. സോ എന്ത് ചെയ്യുക, ഒരു സമയത്ത് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് മറ്റേ ടാസ്കിലേക്ക് പോവാം. അപ്പോൾ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാനും പറ്റും. മെൻ്റൽ എനർജി ക്രെഡിറ്റ്സ് പെട്ടെന്ന് തീരൂല്ല. നമ്പർ 7, റെസ്റ്റ് ഈസ് പാർട്ട് ഓഫ് ദ സിസ്റ്റം, നോട്ട് ദ റിവാർഡ് അറ്റ് ദി എൻഡ്. മിക്ക ആൾക്കാരും ചിന്തിക്കുന്നത് ഈ റെസ്റ്റ് എന്ന് പറയുന്നത്, വിശ്രമം എന്ന് പറയുന്നത്, നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു റിവാർഡാണ് എന്നാണ്. അങ്ങനെയാണ് പലപ്പോഴും അതിനെ ട്രീറ്റ് ചെയ്യുക. ബട്ട് ശരിക്കും അത് അങ്ങനെയല്ല വേണ്ടത്. പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്താലേ നമുക്ക് ശരിക്കും പ്രൊഡക്റ്റീവ് ആവാനായിട്ട് സാധിക്കുള്ളൂ. ഉറക്കം, പലരും ആവശ്യമുള്ള അത്രയും സമയം ഉറങ്ങാറില്ല. എന്നിട്ട് ആലോചിക്കും, എനിക്കെന്താ വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത, ഒരു എനർജി ഇല്ലല്ലോ എന്നൊക്കെ. പ്രോപ്പറായിട്ട് റെസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പണിയും മര്യാദയ്ക്ക് നടക്കില്ല. സോ നന്നായിട്ട് ഉറങ്ങുക, ആവശ്യമുള്ള സമയത്ത് ബ്രേക്ക് എടുക്കുക, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വർക്കൊന്നും ചെയ്യാതെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ നോക്കുക. അതാണ് ലോങ് ടേമിലേക്ക് നല്ലത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ പ്രൊഡക്ടിവിറ്റി കുറേയൊക്കെ ബൂസ്റ്റ് ആയത്. ഇതിലേതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചേഞ്ച് കാണാനായിട്ട് പറ്റും. 100% ഉറപ്പാണ്. സോ ഇനി നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പ്രൊഡക്ടിവിറ്റി ടിപ്സ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് അറിയാലോ അല്ലേ? ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.